يسبح لله ما في السماوات وما في الأرض الملك القدوس العزيز الحكيم. هو الذي بعث في الأميين رسولا منهم يتلو عليهم آياته ويزكيهم ويعلمهم الكتاب والحكمة وإن كانوا من قبل لفي ضلال مبين. صدق الله العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് എല്ലാവരെയും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സച്ചരിതരായ ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശവാക്യം ഉച്ചരിച്ച് മരണപ്പെടുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മനുഷ്യന് ലഭിക്കപ്പെട്ടിട്ടുള്ള 3 സൗഭാഗ്യങ്ങളിൽ ഒരു സൗഭാഗ്യത്തെ സംബന്ധിച്ച് കഴിഞ്ഞ ഖുത്ബയുടെ മുമ്പത്തെ ഖുത്ബയിൽ സൂചിപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ 3 സൗഭാഗ്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിൽ ഒന്ന് ഖൽബുൻ ഷാക്കിർ, നന്ദിയുള്ള മനസ്സാണ്. അതാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ കേൾപ്പിച്ചിരുന്നത്. രണ്ടാമത്തേത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന നാവ്, അള്ളാഹുവിനെ കുറിച്ച ഓർമ്മ പച്ച പിടിച്ചു നിൽക്കുന്ന നാവ്. ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ ഒരു മനുഷ്യന് ലഭിക്കപ്പെടുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത് ദീനിയായ വിഷയങ്ങളിൽ, ഇസ്ലാമികമായ കാര്യങ്ങളിൽ തൻ്റെ ഭർത്താവിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന നല്ല ഭാര്യ. ഇതിൽ ഇന്നത്തെ ഖുതുബയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൽപ്പിക്കുന്നത് രണ്ടാമത്തെ വിഷയമാണ് ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നാവ് സത്യവിശ്വാസികൾക്ക് ഉണ്ടാവണം എന്നതാണ് ഇസ്ലാം നമ്മോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു നാവ് ഉണ്ടാവണമെങ്കിൽ വിശുദ്ധിയുള്ള ഹൃദയം ഉണ്ടാവണം. യഥാർത്ഥത്തിൽ ഞാനും നിങ്ങളും അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്ന ഇബാദത്തുകളെല്ലാം വിശുദ്ധിയുള്ള ജീവിതം, ഹൃദയം ഉണ്ടാവുവാൻ വേണ്ടിയാണ്. അതിനാണ് ഇബാദത്തുകൾ. ഇപ്പൊ നാം ദുൽഹജ്ജ് മാസത്തിലാണ് ഇപ്പോൾ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുൽഹജ്ജ് 1 മുതൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള അയ്യാമു തശ്രീഖ് വരെയുള്ള ദിവസങ്ങളെല്ലാം മുസ്ലിം ഉമ്മത്ത് സജീവമാക്കേണ്ട ദിവസങ്ങളാണ്. അള്ളാഹുവിനെ കുറിച്ച് എപ്പോഴും സ്മരിച്ചുകൊണ്ടേയിരിക്കുക, ഇബാദത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക, ഖുർആൻ പാരായണം, ഖുർആൻ പഠനം എല്ലാം നടത്തുക, സദഖകൾ വ്യാപകമായി നിർവഹിച്ചു കൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. അപ്പോ ഇവിടെ സത്യവിശ്വാസികൾക്ക് ദുൽഹജ്ജ് മാസത്തിലെ ദിവസങ്ങളാവട്ടെ, മറ്റു ദിവസങ്ങളാവട്ടെ, മറ്റു മാസങ്ങളാവട്ടെ, ഏത് സന്ദർഭത്തിലും അള്ളാഹുവെ കുറിച്ച് ഓർക്കണമെങ്കിൽ, അവനെ കുറിച്ചുള്ള ദിക്ർ ഉണ്ടാവണമെങ്കിൽ, ലിസാനുൻ ദാക്കിർ ഉണ്ടാവണമെങ്കിൽ മനസ്സ് വിശുദ്ധി ഉണ്ടായിരിക്കണം. ആ മനസ്സ് വിശുദ്ധി ഉണ്ടാക്കുവാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തുകൾ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ നാട്ടില് വിശ്വാസികൾ ഇഷ്ടംപോലെ പെരുകിയിട്ടുണ്ട്. അത് എല്ലാ മതരംഗത്തുമുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ അങ്ങനെ തന്നെയാണ്. വിശ്വാസികൾ പെരുകിയിട്ടുണ്ട്, ആരാധകർ പെരുകിയിട്ടുണ്ട്.
പക്ഷേ ആ വിശ്വാസം കൊണ്ട് വിശുദ്ധിയുള്ള ആളുകൾ എത്ര പേർ? ഇതാണ് നാം ചിന്തിക്കേണ്ട വിഷയം. ആ വിശ്വാസം കൊണ്ട് വിശുദ്ധി ഉണ്ടാക്കുവാൻ കഴിയുന്നുണ്ടോ? വിശുദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ? ഇത് നാം ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ടതാണ്. വിശ്വാസമുള്ളവരാണ് കൂടുതൽ, വിശുദ്ധിയുള്ളവരല്ല കൂടുതൽ. ഈ ഒരു വസ്തുത നാം അംഗീകരിക്കേണ്ടതായി വരും. വിശ്വാസമുണ്ട്, വിശുദ്ധിയില്ല എന്നതിന്റെ ഒരുപാട് തെളിവുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ കാണുവാൻ സാധിക്കും. അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുണ്ട്, മാലാഖമാരുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. എല്ലാ വിശ്വാസവും, ഈമാൻ കാര്യം, എല്ലാ വിശ്വാസവും നമുക്കുണ്ട്. പക്ഷേ ആ വിശ്വാസത്തിന് അനുസൃതമായ വിശുദ്ധി, ശുദ്ധമായ ഹൃദയം, ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇതാണ് പരിശോധിക്കേണ്ടത്. അതിന്റെ കുറവാണ് നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നാം നമ്മുടെ കച്ചവടത്തിൽ തരികിടയും കൊള്ളലാഭവും ഒക്കെ തരികിട കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ പേരിലാണ്. കൊള്ളലാഭം എടുക്കുന്നത് അതിന്റെ പേരിലാണ്. എല്ലാ തട്ടിപ്പും വെട്ടിപ്പും കച്ചവടത്തിൽ മുസ്ലിം സമുദായം ചെയ്യുന്നുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, പ്രവാചകനിൽ വിശ്വാസമുണ്ട്, സ്വർഗനരക വിശ്വാസമുണ്ട്. പക്ഷേ ആ വിശ്വാസത്തിന് അനുസൃതമായ വിശുദ്ധിയുള്ള ജീവിതം അവരില്ല. അതാണ് ഇതിന്റെ കാരണം. അതുകൊണ്ടാണ് കൈക്കൂലി വാങ്ങുന്നത്. മുസ്ലിം സമുദായത്തിലെ ഒരുപാട് പല മേഖലകളിലുള്ള ആളുകൾ, സർക്കാർ ജീവനക്കാർ തക്കം കിട്ടിയാൽ കൈക്കൂലി വാങ്ങി പത്രത്തിൽ വഷളാകുന്ന അവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. എന്തുകൊണ്ടാണത്? വിശ്വാസമുണ്ട്, വിശുദ്ധിയില്ല. രാഷ്ട്രീയത്തിൽ എല്ലാ തോന്നിയവാസവും അരങ്ങേറുന്നത് എന്തുകൊണ്ടാണ്? ഒരു മുസ്ലിം വാർഡ് മെമ്പർ, അല്ലെങ്കിൽ ഒരു ബ്ലോക്ക് മെമ്പർ, അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ, MLA, MP, ഇങ്ങനെ തുടങ്ങുന്ന ഓരോ മുസ്ലിം ആ മേഖലയിൽ വർത്തിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അവർ രാഷ്ട്രീയ രംഗത്ത് പടച്ചവനെ മറക്കുന്നു? എന്തുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നില്ല? അവർക്ക് വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, വിശ്വാസമുണ്ട്, വിശുദ്ധിയില്ല. അതുകൊണ്ടാണ് ഭാര്യയെ ഭർത്താവ് കിട്ടിയത് കൊണ്ട് 4 വീക്ക് വീക്കുന്നത് കൊണ്ടാണ്. ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു സുഹൃത്തിന്റെ ഭാര്യ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടു, എനിക്ക് കുറച്ച് കാര്യം പറയാറുണ്ട്, ഫ്രീ ആണ് എന്ന് ചോദിച്ചുകൊണ്ട്. അപ്പൊ എന്താ സംഭവം? നോമ്പ് കഴിഞ്ഞ് 2-3 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും ഭർത്താവിന്റെ കാലുകൊണ്ട് മുഖത്തേക്ക് ചവിട്ടി കിട്ടി. ആ പരാതി പറയാൻ വേണ്ടിയാ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിരിക്കുന്നത്. നോമ്പ് കഴിഞ്ഞിട്ടുള്ളൂ, തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ടുള്ളൂ, സകാത്തുൽ ഫിത്ർ കൊടുത്ത് വീട്ടിയിരിക്കുന്നു. പക്ഷേ ഭാര്യയോട് മോശമായി പെരുമാറുന്നത്. വിശ്വാസമുണ്ട്, വിശുദ്ധിയില്ല. അതുകൊണ്ടാണ് അയൽവാസികൾ തമ്മിൽ പ്രശ്നമുണ്ടാകുന്നത്, അതിർത്തി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിന്റെ പേരിലാണ്. എത്രയെത്ര അയൽവാസി പ്രശ്നങ്ങളുണ്ട്, എത്രയെത്ര അതിർത്തി പ്രശ്നങ്ങളുണ്ട്, തീരാത്ത അതിർത്തി പ്രശ്നങ്ങളില്ലേ? എനിക്കറിയാവുന്നൊരു പ്രദേശത്തുണ്ട്, അതിർത്തി തർക്കത്തിന്റെ പേരിൽ വർഷങ്ങളായി തെറ്റി നടക്കുകയാണ്. എന്നിട്ട് ആ കൂട്ടത്തിലെ ഒരാൾക്ക് അറ്റാക്കായി വീട്ടിന്റെ മുറ്റത്ത് വീണു. അപ്പൊ കൊണ്ടുപോയതാരാ? തൊട്ട ഈ പ്രശ്നം അനുഭവിക്കുന്ന ആളെ കൊണ്ടുപോയത്. അപ്പൊ എന്താണ് ഈ പ്രശ്നം? ഇബാദത്തുകൾ ധാരാളം ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷേ അതിനനുസരിച്ചുള്ള ജീവിത വിശുദ്ധി ഇല്ല എന്നതാണ്. ചില ആളുകളുണ്ട്, നിസ്കാരം നോമ്പും ഒക്കെ ചോറ, തലയിൽ തൊപ്പിയും ഒക്കെ ഉണ്ടാകും, പക്ഷേ ലോട്ടറി അത് എടുക്കുന്നതിൽ ഒരു കുറവുണ്ടാവില്ല. നമസ്കരിക്കുമ്പോ ലോട്ടറി ടിക്കറ്റ് വീഴാം. ഇതെങ്ങനെ സംഭവിക്കുന്നു? നമസ്കാരത്തിലൊക്കെ ഫ്രണ്ട് സഫിലാണ്. ഇതും എനിക്കറിയാവുന്ന ഒരു കേസ് തരാം. നമസ്കാരത്തിൽ ഫ്രണ്ട് സഫിലുള്ള ഒരാളാണ്, ഇഖാമത്ത് കൊടുക്കുന്നത് മൂപ്പരാണ്. പക്ഷെ ചാൻസ് കിട്ടിയ ലോട്ടറി കടന്റെ മുമ്പിൽ പോയി ഇങ്ങനെ പ്രത്യേക നോട്ടം ഇങ്ങനെ നോക്കും, അവിടെ ഇങ്ങനെ പരിസരത്ത് ഇങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിൽക്കും ചാൻസ് കിട്ടിയാൽ. ഒരിക്കലിങ്ങനെ ബസ്സിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ മൂപ്പര് ഇങ്ങനെ യൂട്യൂബിൽ ലോട്ടറി നമ്പർ എടുത്തിട്ട് ഇങ്ങനെ നോക്കുക. ഒരു സാഹിബ്
10-15 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നിസ്കാരത്തിന് മുമ്പിലാണ്. ചിലപ്പോൾ പള്ളിയിലെ ഇക്കാമത്തൊക്കെ കൊടുക്കും, സജീവമാണ്. എന്താ സംഭവം? ലോട്ടറി അള്ളാഹ് ഹറാമാക്കിയതാ തിരിയാഞ്ഞിട്ടല്ലോ. വേറൊരു സുഹൃത്തുണ്ട്, അദ്ദേഹം ടാക്സി ഡ്രൈവറാണ്, ഓട്ടോ ആണ്. അദ്ദേഹം പലപ്പോഴും യാത്രയിലാണ്. വെള്ളിയാഴ്ച ജുമയ്ക്ക് എന്താ വരാത്തതെന്ന് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് എല്ലാ വെള്ളിയാഴ്ചയും നാട്ടിലെ ഒരു ചങ്ങാതിയുടെ ലോട്ടറി എടുക്കാൻ വേണ്ടിയിട്ട് പെരിന്തൽമണ്ണ വരെ പോണം. അതുകൊണ്ട് വെള്ളിയാഴ്ച ഞാൻ ലോട്ടറി എടുക്കാൻ വേണ്ടി പോവാണ്, ഓട്ടോറിക്ഷയായിട്ട് പോവാണ്, സുഹൃത്തിന് വേണ്ടിയിട്ട്, നാട്ടിലെ ഒരാൾക്ക് വേണ്ടിയിട്ട്. അപ്പൊ ചിലപ്പോ ജുമ കിട്ടും, ചിലപ്പോ കിട്ടൂല. അപ്പൊ ഞാൻ ചോദിച്ചു, സുഹൃത്തെ, നിന്നെ കള്ള് ഷാപ്പ് നടത്തുന്ന ഒരാള് പിന്നെ ടിന്നും ബോട്ടിലൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിന്റെ ഓട്ടോ വിളിച്ചാൽ നീ വെള്ളിയാഴ്ച ദിവസം പോവും, അല്ലാത്ത ദിവസമൊക്കെ പോവും. എന്താണ് സലാം സാഹിബെ നിങ്ങൾ പറയുന്നത്? കള്ള അല്ലാഹ് ഹറാമാക്കിയതല്ലേ, കള്ള അല്ലാഹ് ഹറാമാക്കിയതല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു, സുഹൃത്തെ, കള്ള് ഹറാമാക്കിയവൻ തന്നെയാണ് ലോട്ടറിയും ഹറാമാക്കിയത്. കള്ള് ഹറാമാക്കിയവൻ തന്നെയാണ് ലോട്ടറിയും ഹറാമാക്കിയത്. ഇന്നമൽ ഖംറു വൽ മൈസിർ വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. കള്ള് ഹറാമാണെന്ന് പറഞ്ഞു. ഉടനെ തന്നെ പറഞ്ഞത് വൽ മൈസിർ, ലോട്ടറിയും ഹറാമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ നാട്ടിൽ പല ആളുകളും, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് മഹല്ലുകളുടെ ഭാരവാഹികളും കമ്മിറ്റി മെമ്പർമാരും ഒക്കെ ലോട്ടറി എടുക്കുന്ന ആളുകളാ. സർക്കാരിന്റെ കാരുണ്യ ലോട്ടറി. ഇതൊരു മുസ്ലിമിനെ എങ്ങനെ ഫിറ്റാവും? ഇതൊക്കെ നമ്മൾ പഠിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നു, നമസ്കരിക്കുന്നു, നോമ്പെടുക്കുന്നു, ഹജ്ജിന് പോകുന്നു, ഉംറയ്ക്ക് പോകുന്നു, പക്ഷെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് ഗീബത്ത് പറയുന്നത്, ഏഷണിയും പരദൂഷണവും പറയുന്നത് അതുകൊണ്ടാണ്. മാതാപിതാക്കളെ പരിഗണിക്കാത്തത് അതുകൊണ്ടാണ്. ചെലവിന് കൊടുക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്നത് കൊണ്ടാണ്. ചില ആളുകൾ പറയും, വാപ്പാനി ഉമ്മാനി ഞാൻ തന്നെയാണ് നോക്കുന്നത് എന്ന് പറയും. ചില ആളുകൾ പറയും. അപ്പൊ ചോദിക്കും, അല്ല നിനക്ക് മറ്റു സഹോദരങ്ങളും സഹോദരിമാരൊക്കെ അല്ലേ? ഒക്കെ ഉണ്ട്, പക്ഷെ പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നും ഇല്ല എന്ന് പറയും. എന്നാ കാശുണ്ട്, സാമ്പത്തിക സുസ്ഥിതിയുണ്ട്, പക്ഷെ വാപ്പാനെയും ഉമ്മാനെയും ഒക്കെ നോക്കേണ്ടത് എല്ലാവരും ചേർന്ന് അതിന് മത്സരിക്കണം, അതിന് താല്പര്യം കാണിക്കണം. കാരണം വാപ്പാനെയും ഉമ്മാനെയും നോക്കുന്ന വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്ന മനുഷ്യ, ആ വിഷയത്തിൽ നീ അവൻ നോക്കട്ടെ ഇവൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്ന മനുഷ്യ, നീ ഇടയ്ക്കിടയ്ക്ക് നിന്റെ വയറ്റത്തുള്ള പൊക്കിൾ കൊടി ഒന്നിങ്ങനെ നോക്കണം, ഇടയ്ക്കിടയ്ക്ക് നോക്കണം. അത് നീയും നിന്റെ മാതാവും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ അടയാളമാണ്. ലോകത്തെ ഒരു ശാസ്ത്രത്തിനും വൈദ്യശാസ്ത്രത്തിനും സർജറി ചെയ്യാൻ പറ്റാത്ത സംവിധാനമാണ് അള്ളാഹു സംവിധാനിച്ചിരിക്കുന്നത്. അത് നീയും നിന്റെ മാതാവും തമ്മിലുള്ള ബന്ധമാണെന്ന് മനസ്സിലാക്കണം. ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെയാണ്. നമ്മുടെ വിശ്വാസം എല്ലാവർക്കും ഉണ്ട്, പക്ഷെ വിശുദ്ധിയില്ല. നന്നായിട്ട് ഇബാദത്ത് ചെയ്യുന്ന ആള് അനന്തരാവകാശ വിഷയത്തിൽ കുടുംബത്തിലെ മൂത്ത ആള് ചിലപ്പോ എല്ലാവരും മിരട്ടും, ഇക്കാക്ക എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ആദരിക്കും ബഹുമാനിക്കും ചെയ്യുന്ന ആളായിരിക്കും. പക്ഷെ ആ ഇക്കാക്ക അനന്തരാവകാശ വിഷയത്തിൽ എല്ലാവരും പറ്റിക്കുന്നുണ്ട്. അനന്തരാവകാശ വിഷയം എന്നൊക്കെ പറഞ്ഞ ചില്ലറ വിഷയം എന്നല്ല, സ്വർഗം നഷ്ടപ്പെടാൻ കാരണമാകുന്ന വിഷയ അനന്തരാവകാശ വിഷയം എന്ന് പറഞ്ഞത്. സ്വർഗം നഷ്ടപ്പെടും. വാപ്പ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വാപ്പാന്റെ സ്വത്ത് എന്ന് പറയുന്നത് പിന്നെ എല്ലാ മക്കൾക്കും തുല്യമാണ്. ആ വീട്ടിൽ താമസിക്കുന്ന ആൾ ആരാണോ അവരെല്ലാം അനുഭവിക്കുന്ന അവസ്ഥ അത് നിഷിദ്ധമാണ്. എല്ലാ ജ്യേഷ്ഠന്മാരും അഞ്ചന്മാരും പന്തന്മാരൊക്കെ പറയാ, നീ എല്ലാം എടുത്തോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, എന്നാൽ പോലും സൂക്ഷ്മത വേണമെന്ന. ഒരാൾ മരിച്ചാൽ ഏറ്റവും സ്പീഡിൽ ജനാസ മയ്യത്ത് കബറടക്കണം. പിന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞത് വേഗം അനന്തരാവകാശം വീതിക്കണം എന്നാ പറഞ്ഞത്. 40 കൊല്ലം കഴിഞ്ഞിട്ട് 50 കൊല്ലം കഴിഞ്ഞിട്ട് അനന്തരാവകാശം വീതിക്കാതെ നടക്കുന്ന ആളുകളുണ്ട്, ഒക്കെ നാട്ടിലുണ്ട്. ഇവിടെയാണ്. എന്നിട്ട് ആ വീട്ടിലുള്ള എല്ലാം അനുഭവിക്കുക, ഭുജിക്കുക. വിശ്വാസമുണ്ട്, വിശുദ്ധിയില്ല. ഇതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കും. ഇവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീയീന റസൂലൻ മിൻഹും
യത്ലു അലൈഹിം ആയാതിഹി വയുസക്കിഹിം വയുഅല്ലിമുഹുൽ കിതാബ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമി ലോകത്തേക്ക് വന്നത് ജനങ്ങളെ സംസ്കരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. വിശുദ്ധിയുള്ള ഹൃദയം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്, വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് എന്താണ് ഈ തസ്കിയത്ത്, എന്താണ് ഈ വിശുദ്ധി എന്ന് പറയുന്നത്? ഇതൊക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി നല്ല അവസ്ഥയിലേക്ക് നീങ്ങുക, അതാണ് തസ്കിയത്ത് എന്ന് പറയുന്നത്. വിശ്വാസം കൊണ്ട് അതാണ് ഉണ്ടാവേണ്ടത്. ഞാൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നു, റസൂലിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി നല്ല വിശുദ്ധിയുള്ള അവസ്ഥയിലേക്ക് നീങ്ങുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വന്ന് പ്രബോധനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിരലിലുണ്ടാകുന്ന ഒരുപാട് ആളുകളെ ലഭിച്ചു. അവരെ എല്ലാവരെയും അള്ളാഹുവിന്റെ റസൂൽ തസ്കിയത്ത് നടത്തിയെടുത്തു. ആ സഹാബെ കിറാം, അവരിലാണ് വമ്പിച്ച മാറ്റങ്ങൾ സംഭവിച്ചത്. വിശുദ്ധിയുള്ള ജീവിതത്തിന്റെ ഉടമകളായി അവർ മാറി. പരസ്യമായി തെറ്റ് ചെയ്യാൻ പോലും മടിയില്ലാത്ത സമൂഹമാണ് മക്കയിലുള്ള ആളുകൾ. പരസ്യമായിട്ട് തെറ്റ് ചെയ്യാൻ മടിയില്ലാത്ത ആളുകളാണ് ആ ആളുകൾ. പിന്നീട് എന്താ സംഭവിച്ചത്? അള്ളാന്റെ റസൂൽ വന്ന് അവർക്കിടയിൽ തസ്കിയത്ത് നടത്തിയതിന്റെ ഫലമായിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു? രഹസ്യമായി ചെയ്ത തെറ്റിന്റെ പേരിൽ പരസ്യമായി ശിക്ഷ ഏറ്റുവാങ്ങുന്ന ആളുകളായിട്ട് അവർ മാറിയ. അതാ മാറ്റം എന്ന് പറയുന്നത്. പരസ്യമായി ചെയ്ത തെറ്റിന്റെ പേരിൽ, രഹസ്യമായി ചെയ്ത തെറ്റിന്റെ പേരിൽ പരസ്യമായിട്ട് അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് റസൂലെ എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. എത്ര അനുഭവങ്ങളുണ്ട് ചരിത്രത്തിൽ. ഒരു സഹാബി ഏതോ ചില സമ്മർദ്ദത്തിന്റെ ഫലമായി വ്യഭിചാരത്തിൽ ഏർപ്പെട്ടു. ആ പുരുഷനും സ്ത്രീയും ആരും കണ്ടിട്ടില്ല, ഒരാൾ പറഞ്ഞിട്ടുമില്ല. പക്ഷെ മനസ്സിലിങ്ങനെ പ്രകടനം, കുറ്റബോധമാണ്. അള്ളാന്റെ റസൂലിന്റെ അടുത്ത് വന്നിട്ട് തൗബയ്ക്ക് വഴിയുണ്ടോ എന്ന് ചോദിക്കാം. എങ്ങനെ? രഹസ്യമായി ചെയ്ത തെറ്റാണ്, എന്നിട്ട് പരസ്യമായിട്ട് ശിക്ഷ ഏറ്റുവാങ്ങാം. അള്ളാന്റെ റസൂൽ അവരോട് അനുവർത്തിച്ച നയമൊക്കെ ചരിത്രത്തിൽ പലപ്പോഴും കേട്ടതാണ്. ഒരു സ്ത്രീ ആ സ്ത്രീയോട് പറഞ്ഞു, തൽക്കാലം വീട്ടിൽ പോകണം, ഗർഭിണിയാണ്, പ്രസവിച്ചിട്ട് വാ. പ്രസവിച്ചു കഴിഞ്ഞ് ഉടനെ വന്നു, ആ സ്ത്രീ വന്നു, റസൂലെ ത്വഹിർനി യാ റസൂലല്ലാഹ്, എന്നെ ശുദ്ധീകരിക്കണം, എന്നെ ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ പാല് കൊടുക്കുന്ന ചെറിയ കൈക്കുഞ്ഞാണല്ലോ ഉള്ളത്. ആ കൈക്കുഞ്ഞിന് 2 വർഷം മുല കൊടുക്കണം എന്നല്ല ഇസ്ലാമിന്റെ നിയമം. 2 വർഷം മുലപ്പാൽ കൊടുക്കണം. മുലപ്പാൽ കൊടുത്ത് കുട്ടി കട്ടിയുള്ള ആഹാരമൊക്കെ കഴിക്കുന്ന അവസ്ഥ ആയ എന്റെ അടുത്തേക്ക് പോരെ എന്ന് പറഞ്ഞു. രഹസ്യമായി ചെയ്ത തെറ്റിന്റെ പേരിൽ പരസ്യമായിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങി. എന്താ കാരണം? വിശ്വാസവുമുണ്ട്, പിന്നീട് സംഭവിച്ച അബദ്ധത്തില് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി കാരണമായിട്ട് അള്ളാഹിന്റെ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് പറയണം. പട്ടാളം കാണുന്ന പേടി കൊണ്ടല്ല അത് പറഞ്ഞത്, പോലീസ് അറിയുമോ എന്ന ഭയം കൊണ്ടല്ല, ഭരണാധികാരിയുടെ ജയിൽ പേടിച്ചുകൊണ്ടുമല്ല, സർക്കാരിന്റെ വിചാരണ ഭയന്നുകൊണ്ടും ഒന്നുമല്ല അത് ചെയ്തത്. ആരാരും നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണുവാൻ കഴിയാത്ത അള്ളാഹുവിനെ ഭയന്നുകൊണ്ടും അവനോടുള്ള തഖ്വ കൊണ്ട് മാത്രമാണ് അവർ റസൂലിന്റെ അടുത്ത് വന്നുകൊണ്ട് കുറ്റം ഏറ്റുപറഞ്ഞുകൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങിയത് എന്ന് കാണുവാൻ സാധിക്കും. ഇതിനാണ് വിശുദ്ധി എന്ന് പറയുന്നത്. ഈ വിശുദ്ധി നിലനിർത്തുന്നതിനാണ് ലിസാനുൻ ദാക്കിർ. ലിസാനുൻ ദാക്കിർ വിശുദ്ധി നിലനിർത്തുവാൻ വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഒരു ഉപകരണമാണ് ലിസാനുൻ ദാക്കിർ. ഇന്ന് ചൈതന്യമില്ലാത്ത ലിസാനുൻ ദാക്കിർ ഉണ്ട്. ചില ആളുകളുടെ കയ്യിൽ തസ്ബീഹ് മാലകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വേറെ ഏതൊരു പ്രത്യേക മോതിരം പോലെ ഒരു പ്രത്യേക സാധനം. ആ തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചിങ്ങനെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്നിങ്ങനെ പറയും ചെയ്യുക. അതിന്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ സംഗതി കണ്ട, തർക്കം കണ്ടാൽ, ഇഷ്ടമില്ലാത്തത് കണ്ട പച്ച തെറിയും പറയുക, തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചുകൊണ്ട്. ഇത് ചൈതന്യമില്ലാത്ത ലിസാനുൻ ദാക്കിറാണ്. തസ്ബീഹ് മാല കയ്യിൽ പിടിച്ചുകൊണ്ട് ഗീബത്തും നമീമത്തും പറയുന്ന ലിസാനുൻ ദാക്കിറുണ്ട്. ആ ലിസാനുൻ ദാക്കിർ അല്ല വേണ്ടത്. പിന്നെ എങ്ങനെയുള്ള ലിസാനുൻ ദാക്കിറാണ്? ചൈതന്യമുള്ള ലിസാനുൻ ദാക്കിർ, അള്ളാഹുവെ ഓർത്തുകൊണ്ട് തെറ്റിൽ നിന്ന് പിന്മാറി ജീവിക്കുന്ന ലിസാനുൻ ദാക്കിർ. ആ ലിസാനുൻ ദാക്കിറാണ് ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാവേണ്ടത് എന്ന് പറഞ്ഞു. ഒരു കവി പറഞ്ഞു, അന ഷാക്കിറുൻ അന ദാക്കിറുൻ അന ഹാമിദു അന ജായിഉൻ അന നായിഉൻ അന ആരി.
ഹിയ സിത്തതുൻ വഅന الضمين لنصفها وكن الضمين لنصفها يا باري. ഒരു കവിയുടെ ഒരു വാചകമാണ്. അന ഷാക്കിറുൻ അന ദാക്കിറുൻ അന ഹാമിദു. പടച്ചവനെ, ഞാൻ നിന്നോട് നന്ദിയുള്ള മനസ്സുള്ള വ്യക്തിയാണ്. ഞാൻ നിന്നെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. ഞാൻ നിന്നെ ഹാമിദുൻ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷേ അന ജാഇഉൻ അന നാഇഉൻ അന ആരി. പക്ഷെ എനിക്ക് വിശപ്പുണ്ട് റബ്ബേ. ഞാൻ ദിക്ർ ചെല്ലുന്നുണ്ട്, ശുക്ർ ചെയ്യുന്നുണ്ട്, ഹംദ് ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്ക് വിശപ്പുണ്ട്, എനിക്ക് ദാഹമുണ്ട്, എനിക്ക് ഉടുക്കുവാൻ വേണ്ടത്ര വസ്ത്രമൊന്നുമില്ല. ഹിയ സിത്തതുൻ വഅന الضمين لنصفها. ഈ 6 കാര്യങ്ങളുണ്ടല്ലോ, ഈ 6 കാര്യങ്ങളിൽ 3 എണ്ണത്തിന്റെ കാര്യം ഞാൻ ഏറ്റു. ഏതാ 3 എണ്ണം? നിന്നെ ഞാൻ ദിക്ർ ചെല്ലാം, നിന്നെ സ്മരിക്കാം, നിന്നോട് ശുക്ർ ചെല്ലാം, നിന്നെ സ്തുതിക്കാം. പക്ഷേ ബാക്കി 3 എണ്ണത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണം കേട്ടോ. ബാക്കി 3 എണ്ണത്തിന്റെ കാര്യം നീ ഏറ്റെടുക്കണം. നമ്മുടെ പല കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റെടുക്കാതിരിക്കുന്നതിന്റെ കാരണം നന്ദിയുള്ള മനസ്സില്ലാത്തത് കൊണ്ടാണ്, ലിസാനുൻ ദാക്കിർ ഇല്ലാത്തത് കൊണ്ടാണ്, അള്ളാഹുവെ സ്തുതിക്കുന്ന മനസ്സ് പലപ്പോഴും നഷ്ടപ്പെടുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹുവെ കുറിച്ചുള്ള സ്മരണയിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഭൗതിക ചുറ്റുപാടുകളിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് അപാകതകൾ വരും, അബദ്ധങ്ങൾ സംഭവിക്കും, തെറ്റുകൾ ചെയ്യാറുണ്ട്. ഇവിടെയാണ് ഒരു അറിയപ്പെട്ട ഒരു പണ്ഡിതന്റെ പ്രഭാഷണത്തിലുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ. അദ്ദേഹം ഒരു ഉദാഹരണത്തിലൂടെ സമൂഹത്തിൽ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കാൻ. വാഹനം ഓടിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ, മിക്കവാറും എല്ലാ ആളുകളും വാഹനം ഓടിക്കുന്ന ആളുകളാണ്. വാഹനം ഓടിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്രോൾ തീരാനാവുമ്പോൾ വണ്ടി ഒന്നിങ്ങനെ ചാടും, ഒന്നിങ്ങനെ കുലുങ്ങും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഉടനെ അടുത്ത് കാണുന്ന പെട്രോൾ പമ്പിൽ കയറിയിട്ട് ഉടനെ തന്നെ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ അടിക്കും. ഇതേപോലെ മുസ്ലിം സമുദായത്തിലെ ഓരോ ആളുകളും അവനവന്റെ ജീവിതത്തിൽ വേറൊരു തലത്തിൽ പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് രാവിലെ മുതൽ തുടങ്ങുന്നുണ്ട്, സുബഹ് നമസ്കാരം മുതൽ തുടങ്ങുന്നുണ്ട്. സുബഹ് എന്ന പമ്പിൽ നിന്ന് ഞാനും നിങ്ങളും ഇന്ന് രാവിലെ 5:15 പെട്രോൾ അടിച്ചിട്ടുണ്ട്. പള്ളിയിൽ വന്നിട്ട് നമ്മളൊക്കെ ചോദിക്കും, ഇപ്പൊ നല്ല മഴയാണ്, ഇപ്പൊ ഇവിടെയൊക്കെ പള്ളിയിലൊക്കെ ജമാഅത്ത് നിസ്കരിക്കാൻ വരുന്ന ആളുകളിലൊക്കെ എണ്ണ എത്ര എന്നൊക്കെ ചോദിച്ചാലൊക്കെ ഇപ്പൊ പ്രശ്നമായിരിക്കും. ജമാഅത്തായിട്ട് നമസ്കരിക്കുന്ന ആളുകളിലൊക്കെ എണ്ണം കുറവാണോ അല്ലേ എന്നൊക്കെ നമ്മളൊക്കെ ചിന്തിച്ചോളി. നോമ്പിന് അത്താഴത്തിന് നീച്ചപ്പോ പിന്നെ വേഗം പള്ളിയിലേക്ക് വന്നൊക്കെ ഭയങ്കര ജമാഅത്തായിട്ട് നമ്മളൊക്കെ നമസ്കരിച്ചു സുബഹി നമസ്കാരമൊക്കെ. ഇപ്പൊ എന്താ അവസ്ഥ ആലോചിക്കേണ്ടതാണ്. ഞാൻ സൂചിപ്പിക്കുന്നത്, ഞാനും നിങ്ങളും സുബഹി നമസ്കാരം ജമാഅത്തായിട്ട് പള്ളിയിൽ വെച്ച് ഇന്ന് 5:15 നമസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ നാം അവിടെ വെച്ച് ഒരു അല്പം ഇന്ധനം, നമ്മുടെ ഈമാനാകുന്ന ഇന്ധനം നാം നമ്മുടെ മനസ്സിലേക്ക് കയറ്റിയിരിക്കണം. 10 മിനിറ്റ് കൊണ്ടാണ് ഞാനും നിങ്ങളും ആ ഈമാനാകുന്ന ഇന്ധനം നമ്മുടെ മനസ്സിലേക്ക് നാം ആവാഹിച്ചത്. എന്നിട്ട് ഓരോരുത്തരും അവനവന്റെ ജോലിയിലേക്ക് പോകുന്നു, അവനവന്റെ ഏർപ്പാടിലേക്ക് പോകുന്നു. ഒരാൾ കച്ചവടക്കാരനാണെങ്കിൽ അയാൾക്ക് ഹക്കും ബാത്തിലും വേർതിരിക്കാൻ ആവശ്യമായ ഇന്ധനം ആ രാവിലെ 10 മിനിറ്റ് കൊണ്ട് അവന്റെ മനസ്സിലേക്ക് അവർ നൽകിയിട്ടുണ്ട്. ആ ഇന്ധനം ശേഖരിച്ചാണ് ഇന്ധനം ശേഖരിച്ചത് അയാൾ സുബഹി എന്ന് പറയുന്ന പെട്രോൾ പമ്പിൽ നിന്നാണ്. ആ പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം അടിച്ചതിന് ശേഷം പിന്നെ ഏതാനും ചില മണിക്കൂറുകൾ, ഒരു 12:30 ആകുന്നത് വരെ ചിലപ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ കിതക്കിങ്ങനെ പെട്രോൾ ഇങ്ങനെ പെട്രോൾ തീരാനായ വണ്ടിക്ക് വെക്കുന്നത് പോലെ ചാടുന്നത് പോലെ ഒരു ചാട്ടം നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകും. ആ സമയത്തുണ്ടാകും. അതിന്റെ അടയാളം എന്താണ്? എങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ആവാഹിച്ച ആ ഇന്ധനം, സുബഹിയാകുന്ന പമ്പിൽ നിന്നടിച്ച ആ ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുന്നു എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ചില അടയാളങ്ങൾ നമ്മുടെ ശരീരം അത് കാണിച്ചുകൊണ്ടിരിക്കും. എന്താണത്? കാണാൻ പാടില്ലാത്തതൊക്കെ കണ്ടുപോയി, കേൾക്കാൻ പാടില്ലാത്തത് കേട്ടുപോയി, പറയാൻ പാടില്ലാത്തത് പറഞ്ഞു, ഗീബത്തും നമീമത്തും പരദൂഷണവും ഒക്കെ പറഞ്ഞു, കച്ചവടത്തിലൊക്കെ ചില നുണകളൊക്കെ പറയേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെ പലതും ചെയ്തു. എന്തുകൊണ്ട് അത് സംഭവിക്കുന്നത്? രാവിലെ 5:15 നമസ്കരിച്ചിട്ട് പിന്നെ ആ ഒരു ഏകദേശം ഒരു 4-5 മണിക്കൂർ നമ്മുടെ ഈമാൻ അങ്ങനെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ കുറഞ്ഞിരിക്കും. അപ്പൊ ഉടനെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്തൊരു സമയം നമുക്ക് നിശ്ചയിച്ചിരിക്കുന്നു ഇന്ധനമടിക്കാൻ, ഈമാനാകുന്ന ഇന്ധനമടിക്കാൻ. അതാണ് അസർ.
അതാണ് മഗ്രിബ്, അതാണ് ഇശ. ഇത് ഞാനും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെയാണ് നമസ്കരിക്കുന്ന ആളാണ് എന്നത് ഭക്തിയുടെ അടയാളമല്ല. നമസ്കരിക്കുന്ന ആളാണ് എന്നത് ഭക്തിയുടെ അടയാളമല്ല. മസ്തയിടുന്ന പെണ്ണാണ് എന്നത് ഭക്തിയുടെ അടയാളമല്ല. ഒരുപാട് താടിയുള്ള ആളാണ് എന്നതും ഭക്തിയുടെ അടയാളമല്ല. നോമ്പ്, ഖുർആൻ പാരായണം, ഹജ്ജ്, ഉംറ ഇവയൊന്നും ഭക്തിയുടെ തഖ്വയുടെ അടയാളങ്ങളല്ല. ഇതെല്ലാം ഭക്തിയിലേക്കുള്ള തഖ്വയിലേക്കുള്ള വഴികളാണ്. ഒരാൾക്ക് നല്ല മുത്തഖിയാവാനുള്ള നല്ല മാർഗമാണിത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഒരാൾ ഒരു പള്ളിയിൽ 10-30 ആളുകൾ സുബഹി നമസ്കാരത്തിന് ഒരുമിച്ച് കൂടിയെന്ന് വിചാരിക്കുക. ഒരു പള്ളിയിൽ എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒരേപോലെ, റുക്കൂഉം സുജൂദും ഒക്കെ ചെയ്യുന്നു. എല്ലാവരും ചൊല്ലുന്ന പ്രാർത്ഥനകൾ ഒന്നാണ്. പക്ഷേ ആ 30 പേർക്കും കിട്ടുന്ന പ്രതിഫലം ഒരുപോലെയാകുമോ? എല്ലാവരും ചെയ്യുന്ന കർമ്മം ഒന്നാ. റുക്കൂഉണ്ട്, സുജൂദുണ്ട്, ദിക്റുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. പക്ഷേ എല്ലാവർക്കും ലഭിക്കുന്ന പ്രതിഫലം ഒരുപോലെയാകുമോ? ചെയ്യുന്ന പ്രവൃത്തിക്കാണ് കൂലി എങ്കിൽ എല്ലാവർക്കും ഒരുപോലെയായിരിക്കും പ്രതിഫലം ലഭിക്കുക. പക്ഷേ ചെയ്യുന്ന പ്രവൃത്തിക്കല്ല പ്രതിഫലം ലഭിക്കുന്നത്. പിന്നെ എങ്ങനെയാണ്? പിന്നെ എന്തിനാണ് പ്രതിഫലം ലഭിക്കുന്നത്? ചെയ്യുമ്പോഴുള്ള മനസ്സാന്നിധ്യത്തിനാണ് പ്രതിഫലം ലഭിക്കുക. ഇത് ഓരോരുത്തരും മനസ്സിലാക്കണം. ചെയ്യുമ്പോഴുള്ള മനസ്സാന്നിധ്യത്തിനാണ് പ്രതിഫലം ലഭിക്കുക. അതുകൊണ്ടാണ് നിസ്കരിക്കുന്ന ആളുകളോടല്ല, നിസ്കരിക്കാൻ വന്ന ആളുകളോടല്ല അള്ളാഹുവിനെ ഓർക്കണമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടല്ല പറഞ്ഞത്. നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വന്ന ആളുകളോടല്ല നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞത്. പിന്നെ ആരോടാണ് പറഞ്ഞത്? നമസ്കാരം കഴിഞ്ഞ് പോകുന്നവരോടാണ് നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണമെന്ന് പറഞ്ഞത്. എന്താ അതിന് തെളിവ്? ഫൈദാ ഖുളിയത്തിസ് സ്വലാത്തു ഫന്തശിറൂ ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ് വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ. ജുമഅയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സൂറത്താണ്. ആ സൂറത്തിൽ അല്ലാഹ് പറയാ, ജുമ നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ ജോലി എന്താ അതിലൊക്കെ ഏർപ്പെട്ടോളി. ആ പുറത്തു പോണ ജോലിയിൽ ഏർപ്പെടാൻ പോകുന്ന ആളുകളോട് അല്ലാഹ് പറയാണ് വദ്കുറുല്ലാഹ കസീറ, നല്ലോണം അള്ളാഹുവിനെ ഓർത്തോളണം. നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നവരോടല്ല പറഞ്ഞത്, നിസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നവരോടാ പറഞ്ഞത്. പുറത്തു പോകുമ്പോൾ അള്ളാഹിനെ നല്ലോണം ഓർത്തോളണം. പള്ളിയിലേക്ക് വരുമ്പോഴല്ല, പള്ളിയിൽ ഇരിക്കുമ്പോഴല്ല, പള്ളിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം അങ്ങാടിയിലേക്ക് പോകുന്ന, ഓഫീസിലേക്ക് പോകുന്ന, രാഷ്ട്രീയത്തിലേക്ക് പോകുന്ന, കച്ചവടത്തിലേക്ക് പോകുന്ന നമസ്കരിക്കുന്നവരോടാണ് അല്ലാഹ് പറഞ്ഞത് അള്ളാഹുവിനെ നല്ലോണം ഓർത്തോളം എന്ന് പറഞ്ഞത്. അവിടെ അള്ളാഹുവിനെ ഓർക്കണം എന്നല്ല പറഞ്ഞത്, വദ്കുറുല്ലാഹ എന്നല്ല പറഞ്ഞത്. പിന്നെയോ വദ്കുറുല്ലാഹ കസീറൻ എന്നാ പറഞ്ഞത്. എന്താ അങ്ങനെ പറയാൻ കാരണം? ധാരാളം ഓർക്കണം എന്ന് പറയാൻ കാരണം എന്താണ്? അവിടെയാണ് അള്ളാഹുവിനെ ആളുകൾ ധാരാളം മറക്കുക. അപ്പൊ അതുകൊണ്ട് അവിടെ നിങ്ങൾ ധാരാളം അള്ളാഹുവിനെ ഓർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പരിശുദ്ധ ഖുർആനിൽ ഒരു പരാമർശമുണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഹജ്ജിനും ഉംറയ്ക്കൊക്കെ ആളുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹജ്ജും ഉംറയും ഒക്കെ പാക്കേജ് ടൂറാക്കി മാറ്റിയ കാലഘട്ടമാണ്. ഒക്കെ ഒരു ടൂറാ. ഒരു അറബി പണ്ഡിതന്റെ പ്രസംഗം കേട്ടു. നല്ല ഹാസ്യമായ ഒരു പ്രഭാഷണമായിരുന്നു. ചില ആളുകൾ ഇങ്ങനെ കഅബയിൽ വന്നിട്ട്, മക്കത്ത് വന്നിട്ട് ഇങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കാൻ പറയാം. അപ്പൊ പറയാം, എന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയും? ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നിൽക്കുക, ഫോട്ടോ എടുക്കുക. എന്നിട്ട് അതിങ്ങനെ വാട്സപ്പിൽ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ സെൽഫി എടുക്കുക. ഇതൊന്നും ഇഖ്ലാസ് ഇല്ലാത്ത കാട്ടിക്കൂട്ടലാണ് ഇതൊക്കെ. അങ്ങനെയായി ഹജ്ജും ഉംറയും ഒക്കെ മാറിയിരിക്കുന്നു. കേവലം ഒരു ടൂറാണ്. ആ കോലത്തിലേക്ക് എല്ലാം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, എൻ്റെ ഭാര്യ തമാശക്കൂടെ കുറച്ച് കാര്യത്തിൽ പറഞ്ഞു, പലപ്പോഴും ഭാര്യയും ഭർത്താവും തമ്മിലൊക്കെ ചില അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഭാര്യവും ഹജ്ജിന് പോവുകയാണ്. 7 ലക്ഷം റുപ്യ കൊടുത്തിട്ടാണ് പോണത്. പ്രൈവറ്റ് ഗ്രൂപ്പിലാണ് ഹജ്ജിന് പോണത്. അങ്ങനെ ഭർത്താവിനോടൊക്കെ പറഞ്ഞു, ഇനി ഞാൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറൂല, നല്ല നിലയ്ക്ക് തന്നെ ജീവിക്കും ഇൻഷാ അല്ലാഹ് എന്നൊക്കെ പറഞ്ഞ് ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് 5-6 ദിവസം കഴിഞ്ഞപ്പോൾ പഴയ പോലെ തുടങ്ങി. അപ്പൊ ഭർത്താവ് പറയാം, എൻ്റെ 7 ലക്ഷം പോയല്ലോ, എൻ്റെ 7 ലക്ഷം റുപ്യ പോയല്ലോ എന്ന് പറഞ്ഞു. മിക്കവാറും ഹജ്ജും ഉംറയൊക്കെ ചെയ്ത് കഴിഞ്ഞ് വരുന്ന ആളുകളൊക്കെ ജീവിത രീതി ഇങ്ങനെ തന്നെയാണ്. പലപ്പോഴും നല്ല ആളുകളുണ്ട്,
വ്യത്യസ്തമായ ആളുകളുണ്ട്. ഏതായാലും ഇവിടെ ഹജ്ജിന് പോകുന്ന ആളുകളോടല്ല, ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നവരോടല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഗംഭീരമായ ഒരു പ്രസ്താവന നടത്തിയത്. പിന്നെ ആരോടാണ്? ഹജ്ജ് കഴിഞ്ഞ് നാട്ടിലേക്ക് പോവാൻ വിമാനം കാത്തിരിക്കുന്ന ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഇദാ ഖളൈതും മനാസികകും ഫദ്കുറുല്ലാഹ കദിക്രികും ആബാഅകും ഔ അശദ്ദ ദിക്റാ. ഫ്ലൈറ്റിൽ ഇങ്ങനെ എയർപോർട്ടിൽ ഇങ്ങനെ വിമാനം കാത്തിരിക്കുന്ന ആളുകളോട് അല്ലാഹ് പറയാ, ഹജ്ജ് ഉംറയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് പോവാ, ഞാൻ അവിടെ ചെന്നാലേ അള്ളാഹനെ നല്ലോണം ഓർത്തോട്ടോ. അള്ളാഹുവിനെ കസീറൻ ധാരാളം ധാരാളം ഓർത്തോ എന്നാ പറഞ്ഞത്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത. എന്തെല്ലാം ദിക്റുകളാണ് ഹജ്ജിന് പോയിട്ട് നാം ചൊല്ലിക്കൊണ്ടിരുന്നത്. ആ ദിക്റുകള് എയർപോർട്ടിൽ വെച്ച് വരാനുള്ളതല്ല, മക്കയിൽ വെച്ച് വരാനുള്ളതല്ല, മദീനയിൽ വെച്ച് വരാനുള്ളതല്ല. ആ ദിക്ർ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തുമ്പോഴുള്ള പിന്നീടുള്ള ജീവിതത്തിലാണ് ആ ദിക്ർ ഉണ്ടാവേണ്ടത്. അതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ലിസാനുൻ ദാക്കിർ, അള്ളാഹുവിനെ എപ്പോഴും എപ്പോഴും സ്മരിച്ചു കൊണ്ടിരിക്കുന്ന, ഓർത്തുകൊണ്ടിരിക്കുന്ന നാവ്, ഈ നാവ് ഉണ്ടാവണം. അത് കേവലം ചില ചടങ്ങാവാനും പാടില്ല. ഇൻഷാ അല്ലാഹ് ആ അർത്ഥത്തിൽ നല്ല വിശുദ്ധമായ ജീവിതം നയിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. യാ അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ദുൽഹജ്ജ് മാസം പിറന്നു കഴിഞ്ഞു. എല്ലാവർക്കും അതിൻ്റെ പ്രാധാന്യമൊക്കെ അറിയാം. 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ അതിൽ ദിക്റും ഹംദും തസ്ബീഹും ഒക്കെ തഹ്ലീലും ഒക്കെയായി ഖുർആൻ പാരായണം, സദഖ, എല്ലാ സംഗതികളുമായി ഈ 10 ദിവസങ്ങളെ ഉപയോഗപ്പെടുത്തണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇതിനിടയിൽ ഒരു അറഫ നോമ്പ് വരാനുണ്ട്. ആ നോമ്പ് എല്ലാവരും എടുക്കണം. ഏത് ദിവസമാണ് ഇപ്പോൾ സമുദായത്തിൻ്റെ ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള ചർച്ച പല ഏത് ദിവസം അപ്പോൾ എടുക്കേണ്ടത്, വെള്ളിയാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ എടുക്കേണ്ടതൊക്കെ ചർച്ച ഉണ്ടാകും. ഞാൻ ഏതായാലും വ്യാഴാഴ്ച ദിവസമാണ് ഞാൻ നോമ്പ് എടുക്കുന്നത്. നിങ്ങൾക്ക് വെള്ളിയാഴ്ച എടുക്കണമെന്ന് ആഗ്രഹമുള്ളവർ വെള്ളിയാഴ്ച എടുക്കാം. ഓരോരുത്തർക്കും അത് കിട്ടും. അതിൻ്റെ പേരിൽ ഞാൻ എന്നോട് എന്താ നിങ്ങൾ വ്യാഴാഴ്ച എടുക്കാൻ തീരുമാനിച്ചെന്ന് ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കണം. 2 വിഭാഗം പണ്ഡിതന്മാർ ആ വിഷയത്തിൽ 2 വിഭാഗം പണ്ഡിതന്മാർ ഈ അഭിപ്രായം പറയുന്നവരുണ്ട്. ഓരോരുത്തരുടെ അഭിപ്രായത്തിനും അതിൻ്റെതായ വാല്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് അവരവൻ്റെ സൗകര്യം നോക്കിയിട്ട് വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ ഏതാണോ നോക്കി നോമ്പ് എടുക്കണം. അറഫ നോമ്പ് ഏത് ദിവസമാണ് തർക്കിച്ചത് കാര്യമില്ല. അറഫ നോമ്പ് എടുക്കണമല്ല. കുടുംബത്തിൽ അതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാവണം. നോമ്പിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാക്കിയെടുക്കണം. ഇൻഷാ അല്ലാഹ് ആ അർത്ഥത്തിൽ അങ്ങനെ നോമ്പെടുത്ത് കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും ഒരു പാപം, എല്ലാ പാപവും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ പൊറുക്കും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അറഫ നോമ്പെടുക്കുവാൻ ഓരോരുത്തരും ജാഗ്രത കാണിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. മഴക്കാല കെടുതികൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. മക്കളുടെ അവിചാരിതമായ അപ്രതീക്ഷിതമായ വേർപാടിൽ ഇപ്പോഴും മനസ്സ് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. പടച്ചവനെ അവർക്കൊക്കെ ഹൃദയത്തിന് നീ ശാന്തിയും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر المسلمين في غزة يا الله، واشف مرضاهم وجرحاهم يا الله، وأطعمهم طعاما لذيذا وأشربهم ماء طهورا. اللهم حرر المسجد الأقصى من أيدي اليهود الفاشيين الصهيونيين. اللهم دمر
سلطنة أمريكا يا الله ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.